ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ അടുത്തിരിക്കുന്നത് മോസ്റ്റ് അവൈറ്റഡ് ബൈക്കായിട്ടുള്ള ബജാജ് ഫ്രീഡം 125 ആണ്. ഇന്ത്യസ് ഫസ്റ്റ് CNG ബൈക്ക്. അതുപോലെ തന്നെ ബജാജിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹൈബ്രിഡ് വാഹനം കൂടെയാണ്. ഒന്നിലധികം ഫ്യൂവലിൽ ഓടുന്ന വാഹനത്തെയാണ് നമ്മൾ ഹൈബ്രിഡ് എന്ന് പറയുന്നത്. ഇത് പെട്രോളിലും CNGയിലും ഓടുന്ന ഒരു വാഹനമാണ്. അപ്പോൾ ആ ഒരു വാഹനമാണ് ഇന്ന് നമ്മുടെ അടുത്തിരിക്കുന്നത്. പ്രകൃതിദത്ത വാതകത്തിൽ ഓടുന്ന വാഹനം പ്രകൃതിയിൽ വെച്ച് റിവ്യൂ ചെയ്യാൻ എനിക്കൊരു അവസരം കിട്ടിയിരിക്കുകയാണ്. ആ അവസരം എനിക്ക് തന്നത് കോട്ടയത്തുള്ള നാട്ടകത്തുള്ള റോയൽ ബജാജാണ്. അവരാണ് എനിക്ക് ഈ ഒരു വണ്ടി റിവ്യൂ ചെയ്യാൻ തന്നിരിക്കുന്നത്. അപ്പോൾ അവരുടെ നമ്പറും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തുകൊണ്ട് ബജാജ് സംബന്ധമായ വാഹനങ്ങൾ വാങ്ങുന്നതിനും അതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഷോറൂമിനെ ബന്ധപ്പെടാനാണ്. ഈ വാഹനം നമ്മുടെ ഷോറൂമിൽ അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങളിലോട്ട് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ലുക്കിനെ പറ്റി തന്നെ എടുത്തു പറയാം. എനിക്കും ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഒരു മൊമെൻറ്റ് തന്നെയാണിത്. ഞാനിപ്പോഴാണ് ഈ വാഹനം നേരിട്ടൊന്ന് കാണുന്നത്. ഞാനും ഫോട്ടോസിലും വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളൂ. ഫോട്ടോസിലും വീഡിയോസിലൊക്കെ വന്നുകൊണ്ടിരുന്ന നേരത്തെ ഉണ്ടാകുന്ന ബജാജിൻ്റെ 110X, സിറ്റി 110X ഒക്കെ പോലുള്ള വാഹനങ്ങളുടെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് CNG വരാൻ പോകുന്നു എന്നുള്ള റൂമേഴ്സ് ആയിരുന്നു കുറേ കാലങ്ങളായിട്ട്. അപ്പോൾ ഞാനും കരുതിയിരുന്നത് ഓൾറെഡി ഉള്ള ബജാജിൻ്റെ ഏതെങ്കിലും വാഹനത്തിൽ CNG ഫിറ്റ് ചെയ്ത് വരും എന്നായിരുന്നു കരുതിയിരുന്നത്. പക്ഷേ ഡിഫറൻ്റ് ആയിട്ടുള്ള ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു ജീവിയായിട്ടുള്ള ഈ ഒരു ബ്രീഡിനെ ഇറക്കി വിടും നമ്മൾ കരുതിയില്ല. ഈ ഒരു ഡിസൈൻ പാർട്ട് നോക്കുമ്പോൾ അടിപൊളിയാണ്. നേരിട്ട് കാണാൻ വണ്ടി കിടിലനാണ് കേട്ടോ. ഞാൻ ഷോറൂമിൽ വെച്ച് വണ്ടി കണ്ടപ്പോൾ തൊട്ടിൻ്റെ ചുറ്റും നടന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് നേരം മുമ്പ്, ഈ വീഡിയോ എടുക്കുന്നതിന് കുറച്ച് നേരം മുന്നെയാണ് ഞാൻ ഈ വണ്ടി ശരിക്കും ഒന്ന് കാണുന്നത്. വണ്ടി കണ്ടതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒരു റൗണ്ട് വണ്ടി ഒന്ന് ഓടിച്ച് നോക്കുകയും ചെയ്തു. ഓടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര റിഫൈൻഡ് ആയിട്ടുള്ള, ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള, വളരെ സൈലൻ്റ് ആയിട്ടുള്ളൊരു വാഹനമാണ് കേട്ടോ. വണ്ടി ഓടിക്കാനും നല്ലൊരു ഫീലൊക്കെ തരുന്നുണ്ട്. ഈ വണ്ടി എന്താ പറയുക, ഫോട്ടോയിലൊക്കെ ഞാൻ എടുത്തു ഭയങ്കര ലെങ്തി ആയിട്ടുള്ളൊരു വാഹനമാണെന്ന്. പക്ഷേ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഒരു നോർമൽ ബൈക്കിൻ്റെ ഒരു ലെങ്ത് ഒക്കെ ഫീൽ ചെയ്യുന്നുള്ളൂ. ആ ഒരു സീറ്റ് കാരണമാണ് നമുക്ക് അത്രയും വലിയൊരു ലെങ്ത് ഒക്കെ ഉള്ള വാഹനം എന്നുള്ള ഫീലൊക്കെ കിട്ടുന്നത്. ഞാൻ എൻ്റെ പ്ലാറ്റിനെ ഇതും കൂടെ ഇങ്ങനെ വെച്ച് നോക്കി കമ്പയർ ചെയ്ത് നോക്കിയപ്പം എനിക്കിത് കുറച്ചുകൂടെ ഒരു പൊക്കമൊക്കെ കുറഞ്ഞൊരു വാഹനമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ചിലരൊക്കെ പറഞ്ഞാൽ ഇതിൻ്റെ ഹൈറ്റൊക്കെ കൂളാണ്. പക്ഷേ എനിക്ക് വലിയ ഹൈറ്റ് ഒന്നും ഫീൽ ചെയ്യുന്നത്. ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 825 mm ആണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നതെന്ന് പറഞ്ഞാൽ 170 mm ഗ്രൗണ്ട് ക്ലിയറൻസും. പക്ഷേ നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നൊരു വാഹനമാണ്. ഇതിൻ്റെ വെയിറ്റ് വരുന്നത് 149 kg ആണ് ഇതിൻ്റെ ഒരു വെയിറ്റ് ഒക്കെ വരുന്നത്. അപ്പോൾ എനിക്കതൊരു ഹെവി വലിയ വാഹനമായിട്ടും തോന്നുന്നില്ല. എനിക്കൊരു കൊച്ചു വാഹനത്തിൻ്റെ ഫീലൊക്കെയാണ് തോന്നുന്നത്. ഫ്രണ്ടിലെ ടയർ 17 ഇഞ്ചും ബാക്കിലെ ടയർ 16 ഇഞ്ചുമാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ആ ഒരു റൗണ്ട് വ്യത്യാസം. ഫ്രണ്ടിലെ 90, 80, 17 ബാക്കിലെ 120, 70, 16 ടയർ സൈസ് വരുന്നത്. ഡ്യുവൽ പർപ്പസ് ആയിട്ടുള്ള ബ്ലോക്ക് പാറ്റേൺ ടയറാണ്. അത്യാവശ്യം നമ്മുടെ ഇന്ത്യൻ ടെറൈനിന് ആപ്റ്റ് ആവുന്ന തരത്തിലുള്ള ടയറും കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഓഫ് റോഡ് പോലെയുള്ള സ്ഥലത്തൂടെയൊക്കെ ഇതുപോലെ ഉണ്ട്. മെറ്റലും ചരലൊക്കെയുള്ള റോട്ടിൽ കൂടെയൊക്കെ പറന്നു പോകാൻ തരത്തിൽ അത് അങ്ങനെയാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഫ്രീഡം എന്നാണല്ലോ വണ്ടിയുടെ പേര്. അപ്പോൾ ഫ്രീ ടു റൈഡ് എന്നായിരിക്കും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ തന്നെ ഫ്രണ്ട് പോർഷനിലെ ലുക്ക് അടിപൊളിയാണ്. ഫ്രണ്ട് പോർഷനിലും കുറച്ചിങ്ങനെ താന്നിരിക്കുന്ന ഒരു കൊച്ചു വണ്ടി പോലത്തെ ഫീലൊക്കെയാണ് എനിക്ക് കിട്ടുന്നത്. എനിക്ക് തോന്നുന്നു ആ ടെലസ്കോപ്പിക് സസ്പെൻഷൻ ഒരു കവർ നൽകിക്കൊണ്ടായിരിക്കും അങ്ങനെ ഒരു ഫീൽ കിട്ടുന്നത്. സസ്പെൻഷൻ്റെ പാർട്ടിലോട്ട് പോകുമ്പോഴത്തേക്കും ടെലസ്കോപ്പിക് ആണെങ്കിലും പെട്ടെന്നൊന്നും അത് മനസ്സിലാകത്തില്ല. അതിനൊരു കവറിങ് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ഫ്രീഡം എന്നുള്ളൊരു 3D ബാഡ്ജിങ് ഉണ്ട്. ഇവിടെ ഇന്ത്യൻ ഫ്ലാഗിനെ ഡിനോട്ട് ചെയ്യുന്ന തരത്തിൽ ആ കളറും കൊടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. നല്ലൊരു ഫിറ്റും ഫിനിഷൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ചെറിയ ഗ്യാപ്പൊക്കെ ഇവിടെയൊക്കെ കാണാം. പിന്നെ നല്ല ഒരു കിടിലൻ മഡ് ഫ്ലാപ്പ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. അതിന് ഡ്യുവൽ ടോൺ നൽകിയിട്ടുണ്ട്. ഡിസ്ക് ബ്രേക്ക് വേരിയൻ്റ് ആണ്. ഇതിന് ABS വരുന്നില്ല. കോമ്പൈൻഡ് ബ്രേക്കിംഗ് സിസ്റ്റമാണ് വരുന്നത്. ഇതിൻ്റെ ബേസ് വേരിയൻറ്റ് വരുന്നുണ്ട്. അതിൽ ഡ്രം ആണ് വരുന്നത്. ബേസ് വേരിയൻറ്റ് വിത്ത് നോർമൽ ഹാലജൻ ലൈറ്റ്. പിന്നെ ഒരു വേരിയൻറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ബേസ് വേരിയൻറ്റ് വിത്ത് LED ലൈറ്റ്. ഇത് ടോപ്പ് വേരിയൻ്റ് ആണ്. ഡിസ്ക് ബ്രേക്ക് വിത്ത് LED ലൈറ്റ്. അപ്പം ഇതാണ് ഇതിൻ്റെ ഏറ്റവും കൂടിയ മോഡലും. 95,000 ഇതിൻ്റെ ഒരു ഇൻട്രോഡക്ടറി പ്രൈസ് വരുന്നത്. ടോപ്പ് വേരിയൻറ്റിന് 110 വരും. അങ്ങനെ 3 വേരിയൻറ്റും 7 കളേഴ്സിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മുടെ ഇരിക്കുന്ന ബ്ലാക്ക് കളറാണ്. പിന്നെ റെഡ്, ബ്ലൂ അങ്ങനെ കുറേ കളറുകളുണ്ട്. അതനുസരിച്ച് ഗ്രാഫിക്സിൻ്റെ കളറിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ വരും. ഹെഡ്ലൈറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഡ്യുവൽ ചേമ്പർ ആയിട്ടുള്ള LED ഹെഡ്ലൈറ്റ് ആണ്. ഇവിടെ DRS കാണാം. ഇവിടെ നല്ല കിടിലൻ, നല്ല സോളിഡ് ആയിട്ടുള്ള എന്താ പറയുക, ആ ഒരു പൈപ്പ് പോലത്തെ സംഭവം. ഹെഡ്ലൈറ്റും ഒരു ഫ്രെയിമിനുള്ളിൽ തന്നെയാണ് മൗണ്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെയാണ് നമ്പർ പ്ലേറ്റിൻ്റെ പോർഷൻ വരുന്നത്. ഹാലജൻ ഇൻഡിക്കേറ്റേഴ്സാണ് വരുന്നത്. ഇനി അടുത്തൊരു അപ്ഡേഷനിൽ ചിലപ്പോൾ LED ഒക്കെ വെച്ച് വരായിരിക്കും. LED ഹെഡ്ലൈറ്റ് ആൻഡ് LED ടെയിൽ ലൈറ്റ് വരും. ഇൻഡിക്കേറ്റർ എല്ലാം ഹാലജൻ തന്നെയാണ്. ഫ്രണ്ടിൽ നിന്നുള്ള ലുക്കിലൊക്കെ വണ്ടിയാണ് അടിപൊളിയാണ്. കുറച്ചിങ്ങനെ പതുങ്ങിയിരിക്കുന്ന പോലെയൊക്കെ തോന്നും. ഇങ്ങനെ എന്താ പറയുക, ഇച്ചിരി വീർത്തൊക്കെ ഇരിക്കുന്നത് കയറിയിരിക്കുമ്പോൾ നമുക്ക് തോന്നും കേട്ടോ. അത് ഞാൻ കയറിയിരുന്ന് കാണിക്കാം. പിന്നെ ഇവിടെയാണ് ഇതിൻ്റെ മീറ്റർ വരുന്നത്. ഇതിൻ്റെ മീറ്റർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്. ഇതിങ്ങനെ അഴിച്ചെടുക്കണം. സമയം എടുക്കുന്ന പരിപാടിയാണ്. ഇങ്ങനെ പിരിച്ച് വേണം ഊരിയെടുക്കാൻ. ഞാൻ കാണിച്ചു തരാം. ഈ സ്ക്രൂ ഇങ്ങനെ ഊരിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മീറ്ററിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇത് കുറച്ചുകൂടി ഇങ്ങോട്ടാക്കാം, കുറച്ചുകൂടി ഇങ്ങനെ ആക്കാം. എങ്ങനെ വേണം ആ ഒരു 2 പൊസിഷനിൽ അത് ചേഞ്ച് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മൾ ഈ സ്ക്രൂ ഇവിടെ ഇട്ടിട്ട് ഇങ്ങനെ നമുക്ക് വേണ്ട പൊസിഷനിൽ വെച്ചിട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് വെച്ചാൽ മതി.
അപ്പം ഇത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതൊരു ഫസ്റ്റ് സെഗ്മെൻ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. മീൻസ് ഇങ്ങനത്തെ കമ്പ്യൂട്ടർ വാഹനങ്ങളിലൊക്കെ ഇതിനൊരു കമ്പ്യൂട്ടർ വാഹനം എന്ന് മാത്രം വിളിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു സ്പോർട്ടി ലുക്കുള്ള ഒരു കമ്പ്യൂട്ടർ വാഹനം എന്ന് വേണമെങ്കിൽ വിളിക്കാം. സെഗ്മെൻറ്റിൽ ഒരു വിപ്ലവം തന്നെ ആയിരിക്കും ഒരു വാഹനം. ഇവിടെ ഫ്രീഡം എന്നുള്ളൊരു 3D ബാഡ്ജിങ്ങും ബജാജിൻ്റെ ലോഗോയും കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു ടാങ്ക് കവർ പോർഷനാണ് വരുന്നത്. ഇത് എല്ലാ വേരിയൻറ്റിലും ഈ ഒരു സിൽവർ കളർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു വണ്ടിയിൽ ഒരു രഹസ്യമായിട്ടൊരു സാധനം ഇവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ശരിക്കും CNGയുടെ ഗേജ് കാണിക്കുന്ന ഗേജ് മീറ്റർ. ഇത് മീറ്റർ കൺസോളിലൊന്നും CNGയുടെ ഗേജ് നമുക്ക് കാണാൻ സാധിക്കത്തില്ല. ഇവിടെയാണ് നമ്മൾ CNGയുടെ അളവും കാര്യങ്ങളൊക്കെ എന്തേലും ഉണ്ടെന്നൊക്കെ അറിയുന്നത്. മെഷർമെൻറ്റ് അറിയാൻ വേണ്ടിയാണ് അതിവിടെ മറച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അടിയിൽ ഒരു ബ്ലൂ കളറിലൊരു സാധനം കാണാം. ഈ ഒരു പോർഷൻ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ഗ്യാസ് കുറ്റിയുടെയൊക്കെ മെയിൻ ഓഫ് ആക്കുകയും ഓൺ ആക്കുകയും ചെയ്യില്ലേ, അതുപോലെ ഈ ഒരു CNGയുടെ ഗ്യാസ് പൂട്ടാനും തുറക്കാനും ഉള്ളതാണ്. ഇത് നമ്മൾ എവിടെയെങ്കിലും വണ്ടിയൊക്കെ വെച്ചിട്ട് കുറേ ദിവസത്തേക്ക് എടുക്കാതെയൊക്കെ ഇരുന്ന് പോകുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ പോകുമ്പോൾ ഗ്യാസ് പൂട്ടി വെച്ചിട്ട് പോകത്തില്ല, അതുപോലെ ഇത് പൂട്ടി വെച്ചിട്ട് പോകാം. ഇത് ഓണാക്കിയാലേ വണ്ടി ഓടിക്കത്തുള്ളൂ. ഇതിനകത്ത് ഇന്ധനം അതായത് CNG ഫില്ല് ചെയ്യണമെങ്കിലും ഇത് ഓണായി തന്നെ ഇരിക്കണം. അപ്പോൾ ഈ സാധനം എപ്പോഴും ഓണായിട്ട് വേണം വെക്കാൻ. നമ്മളിപ്പം കുറേ ദിവസത്തേക്ക് എടുക്കാതെയൊക്കെ വെച്ചിട്ട് പോകുമ്പോൾ സമയത്ത് മാത്രം അത് ഓഫാക്കി വെച്ചാൽ മതി. ഇവിടെയാണ് ഇതിൻ്റെ ഹോണും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഇതാണ് ഇതിൻ്റെ എന്താ പറയുക കാർബേറ്റർ സെറ്റപ്പും ഭാഗങ്ങളൊക്കെ വരുന്നത്. ഇതൊരു ഹൊറിസോണ്ടലി ഇൻക്ലൈൻഡ് എഞ്ചിനാണ്. വെർട്ടിക്കലി അല്ല, സാധാരണ വണ്ടികളിലൊക്കെ വെർട്ടിക്കലി മേളിലോട്ടാണ്. അതെന്തുകൊണ്ടാണ് ഇങ്ങനെ സെറ്റപ്പ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടാങ്ക് വരുന്നുണ്ടല്ലോ, CNG ടാങ്ക്, അത് ഇതിൻ്റെ അടിയിലാണല്ലോ വരുന്നത്. അപ്പോൾ ഇത് മേളിലോട്ട് ഇങ്ങനെ പൊങ്ങി വരുന്ന ഒരു സ്പേസ് കിട്ടത്തില്ലല്ലോ ഈ സംഭവങ്ങളും സാമഗ്രികളൊക്കെ പിടിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ എഞ്ചിനെ ഇങ്ങോട്ട് പെടത്തിയിട്ടു. അപ്പോൾ ഇങ്ങോട്ട് സംഭവങ്ങളൊക്കെ ഫ്രണ്ടിലോട്ടായപ്പോൾ പൊക്കത്ത് സ്പേസ് ഉണ്ട്. അതിനുവേണ്ടിയാണ് അങ്ങനെ ഡിസൈൻ ചെയ്തത്. പിന്നെ ഇതിന് സ്റ്റാർട്ടറും കാര്യങ്ങളൊന്നുമില്ല, സ്റ്റാർട്ടിങ് മോട്ടറൊന്നുമില്ല. ഇൻ്റലിജൻറ്റ് സ്റ്റാർട്ടിംഗ് സിസ്റ്റമാണ്. അപ്പോൾ ഒറ്റ പ്രസ്സിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. പിന്നെ ഒരു കിഡിലൻ ക്രാഷ് കാർഡാണ് കേട്ടോ. ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനൊരു പോർഷൻ കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്തും കൂടെ കുറച്ച് പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ ഒരു അലുമിനിയത്തിൻ്റെ സ്കിഡ് പ്ലേറ്റ് അടിയിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സൈലൻസറിൻ്റെ പൈപ്പിനൊക്കെ പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ ഈ സൈഡ് പോർഷൻ പ്ലാസ്റ്റിക്കാണ്, നടു അലുമിനിയമാണ് വരുന്നത്. പിന്നെ ഇതാണ് ഇതിൻ്റെ ഒരു ഹൃദയഭാഗം, 125 cc ഹൃദയഭാഗം വരുന്നത്. 9.5 PS പവർ 8000 RPM അതുപോലെ തന്നെ 9.7 Nm ടോർക്ക് 6000 RPM തരുന്ന, അതായത് പവറും ടോർക്കും സമാസമം അരച്ച് തരുന്ന ഒരു കിടിലൻ സൈലൻ്റ് ആയിട്ടുള്ള റിഫൈൻഡ് ആയിട്ടുള്ള സൂപ്പർ ഒരു എഞ്ചിനാണ്. ഓടിച്ചപ്പോൾ എനിക്ക് നല്ല റിഫൈൻമെൻറ്റ് ഫീൽ ചെയ്തു. ഇതാണ് ഇതിൻ്റെ കിക്കറും കാര്യങ്ങളൊക്കെ വരുന്നത്. കിക്കറും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് റൈഡർ ഫുഡ് ബേക്ക്, ഇതാണ് പില്ലൻ ഫുഡ് ബേക്ക്. എല്ലാത്തിനും റബ്ബർ ബീഡിങ് കൊടുത്തിട്ടുണ്ട്. ബ്രേക്ക് പെഡലൊക്കെ നല്ല വെൽ ക്രാഫ്റ്റഡ് ആയിട്ടുള്ള നല്ല കിടിലൻ ഫൈൻ ഡിസൈനാണ് കേട്ടോ. എല്ലാത്തിലും ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഈ പാർട്സിലൊക്കെ എല്ലാം നല്ല എന്താ പറയുക, എൻ്റെ പ്ലാറ്റിനായിട്ടാണ് ഞാൻ കമ്പയർ ചെയ്യുന്നത് കേട്ടോ. അത് വെച്ച് നോക്കുമ്പോൾ എല്ലാം നല്ല കിടിലായിട്ട് തോന്നുന്നുണ്ട്. ഫ്രെയിമൊക്കെ നല്ല എക്സ്പോസ്ഡ് ആയിട്ട് കാണാം. അപ്പോൾ ഫ്രെയിമിൻ്റെ ലുക്കും നല്ല രീതിയിൽ കാണാം. ട്രിലിസ് ഫ്രെയിം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു ലുക്ക് അടിപൊളിയാണ്. പിന്നെ ഇവിടെ എല്ലാം പ്ലാസ്റ്റിക് പാർട്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ചെറിയൊരു ഗ്യാപ്പൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒന്നും വലിയ ഒരു ഫിറ്റും ഫിനിഷൊന്നുമില്ല. ഒരു ബജാജ് ലോ ബഡ്ജറ്റ് വണ്ടി ആകുമ്പോഴത്തേക്കും എല്ലാം തികഞ്ഞ വണ്ടി എന്ന് പറയാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ ബജാജ് മോശമാണെന്നൊന്നും അല്ല പറയുന്നത്. അഫോർഡബിൾ റേഞ്ച് എടുക്കുന്ന വണ്ടിക്ക് കുറച്ച് ഫിറ്റും ഫിനിഷും ക്വാളിറ്റി കുറവൊക്കെ അവിടെ ഇവിടെയൊക്കെ കാണും, കാരണം പ്രൈസ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട്. ഇവിടെയും ഒരു ബീഡിങ് പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ 2 ഹുക്കുകളുണ്ട്. ഇത് 2 സൈഡിലുണ്ട്. ഈ ഹുക്കുകൾ വല്ല സാധനങ്ങളൊക്കെ ഇങ്ങനെ കെട്ടി വെക്കാനായിരിക്കും. ഇവിടെ NG04 എന്നുള്ള ആ ഒരു മോഡലിൻ്റെ നെയിമും കൊടുത്തിട്ടുണ്ട്. ഇതാണ് കൊച്ചു സൈലൻസർ വരുന്നത്. ഇതിനും ഒരു പ്രൊട്ടക്ഷൻ പൊക്കത്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ സസ്പെൻഷൻ. CBRലൊക്കെ കണ്ട പോലത്തെ ലിങ്ക്ഡ് സസ്പെൻഷനാണ്. ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ലിങ്ക്ഡ് മോണോ സസ്പെൻഷനാണ്. സസ്പെൻഷൻ്റെ പാട്ടിലോട്ട് നോക്കുമ്പോൾ കിടിലമാണ്. നല്ല സുഖമൊക്കെ ഉണ്ട് പോകാൻ വേണ്ടി. പിന്നെ ഇതാണ് റിയർ ബ്രേക്കും ഭാഗങ്ങളൊക്കെ. ഇത് ഡ്രമ്മാണ് 130 mm. പിന്നെ ആ കോമ്പൈൻഡ് ബ്രേക്കിങ്ങിൻ്റെ കേബിൾ വരുന്നത് ഈ പൊക്കത്തായിട്ടാണ്. ഇതൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി. നിങ്ങൾക്ക് കാണാൻ തോന്നും. ഇങ്ങനെയൊന്നും ഞാൻ വേറെ വണ്ടിയിലൊന്നും കണ്ടിട്ടില്ല കേട്ടോ. മേളിലും താഴെയും 2 സൈഡിലും കണക്ഷൻ പോകുന്ന സെറ്റപ്പ്. പിന്നെ ബാക്ക് ടയർ ഞാൻ പറഞ്ഞല്ലോ 16 ഇഞ്ച് ആയതുകൊണ്ട് തന്നെ ആ ഒരു വട്ടക്കുറവ് ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു കുഞ്ഞ് ടയർ പോലെ. പിന്നെ ഒരു ടയർ ഹഗ്ഗറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ CNG സ്റ്റിക്കറൊക്കെ ഉണ്ട്, അതൊക്കെ പിന്നെ പൊളിച്ച് കളയാനുള്ളൂ. ഇതാണ് വണ്ടിയുടെ അടിഭാഗത്തൊക്കെ നല്ല പ്ലാസ്റ്റിക് കവറിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്റ്റീൽ ബോക്സ് ടൈപ്പ് സ്വിംഗ് ആമ്പും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്ന വണ്ടിക്ക്. പിന്നെ ബാക്കിലോട്ട് വരുമ്പോഴത്തേക്കും കിഡിലൻ ഗ്രാബ് റെയിലും കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ LED ടൈലൈറ്റ് ഉണ്ട്. ഞാനതൊന്ന് തെളിച്ച് കാണിക്കാം. LED ടൈലൈറ്റ് തെളിഞ്ഞ് കഴിയുമ്പോൾ കാണാൻ മനോഹരമാണ്, നല്ല ഭംഗിയുണ്ട്. കൊച്ചു ടൈലൈറ്റാണ്. ഗ്രാബ് റെയിലിൻ്റെ 2 ബോൾട്ടും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത് കേട്ടോ. എല്ലങ്കിയാണ് വരുന്നത്. ഇതാണ് നമ്മുടെ ഹാലജൻ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത്. നമ്പർ പ്ലേറ്റ് ഇവിടെയാണ്. അതിൻ്റെ റിഫ്ലക്ടറും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ടയർ ഹഗ്ഗറൊക്കെ ഊരിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടെ സ്പോർട്ടിനെസ് ഒക്കെ കൂടും കേട്ടോ. എനിക്ക് എന്താണെന്ന് അറിയത്തില്ല. ബാക്കി എല്ലാ വണ്ടിയുടെ റിവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബാക്കിലെല്ലാം ഊരിക്കളയെന്നാണ് എനിക്കിഷ്ടം. പിന്നെ ഈ സൈഡിലായിട്ട് സാരി ഗാർഡും കാര്യങ്ങളുണ്ട്. പിന്നെ ഇവിടെയും ചെറിയൊരു പ്രൊട്ടക്ഷൻ പോലെ സംഭവം കൊടുത്തിട്ടുണ്ട്. ബാക്കിരിക്കുന്നവരുടെ കാലൊക്കെ പോയി മുട്ടായിരിക്കാൻ വേണ്ടിയായിരിക്കും. ഇവിടെ ഞാൻ പറഞ്ഞില്ല, അപ്പുറത്തുള്ള പോലെ തന്നെ ഹുക്കും കാര്യങ്ങളും ഇവിടെയുണ്ട്.
5 ഗിയറാണ് ഈ ഒരു വാഹനം വരുന്നത്. ഫസ്റ്റ് താഴത്തോട്ടും ബാക്കി എല്ലാം മേളോട്ടുമാണ്. സൈഡ് സ്റ്റാൻഡ് എഞ്ചിൻ കട്ട് ഓഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ചുറ്റും നടന്നിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യങ്ങൾ. പിന്നെ കിട്ടിലൻ ഒരു സീറ്റാണ് കേട്ടോ, നല്ല വൈഡായിട്ടുള്ള എന്താ പറയുക, നല്ല സ്റ്റിച്ചസും കാര്യങ്ങളൊക്കെ വരുന്ന നല്ല കിടിലൻ ഡിസൈനിങ് ഒക്കെ വരുന്ന ഒരു സീറ്റ്. എനിക്ക് തോന്നുന്നു ഇതൊരു നോർത്ത് ഇന്ത്യ കണ്ട് ഡിസൈൻ ചെയ്ത വണ്ടിയാണെന്ന് തോന്നുന്നു. അവിടെയെന്ന് പറയുമ്പോഴത്തേക്കും ബൈക്ക് കാറായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർ കാണും. വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് 4-5 മക്കളൊക്കെ വീട്ടിൽ കാണും. അപ്പോൾ എല്ലാവരെയും ഫ്രണ്ടിൽ വെച്ചുകൊണ്ടാണല്ലോ പോകുന്നത്. കൊച്ച്, ചേട്ടൻ, പിന്നെയും കൊച്ച്, പിന്നെയും ഭാര്യ, പിന്നെ കയ്യിലൊരു കൊച്ച്. അപ്പോൾ അത്രയും പേർക്ക് പോകാൻ വേണ്ടിയുള്ളൊരു ഡിസൈനാണ്. കേരളത്തിലാകുമ്പോൾ 2 പേർക്കുള്ളിൽ ബൈക്കിൽ പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പം നോർത്ത് ഇന്ത്യക്ക് കുറച്ചുകൂടെ ആപ്റ്റായിട്ടുള്ളൊരു വണ്ടിയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഫ്രണ്ടിൽ ഇരിക്കുന്ന കൊച്ചിന് വേണമെങ്കിൽ ഈ ഹാൻഡിലേ പിടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ വൈഡായിട്ടുള്ള ഹാൻഡിൽ ബാറും വിത്ത് ക്രോസ് ബാറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഒരു ഫാമിലി വണ്ടിയായിട്ടാണ് ഇതിനെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയ സ്പേസ് എയർ വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ട്. എനിക്കൊന്ന് CNGയുടെ അങ്ങോട്ട് കുറച്ച് കാറ്റൊക്കെ കയറാൻ വേണ്ടിയായിരിക്കും, ടാങ്കിൻ്റെ അങ്ങോട്ട്. പിന്നെ ഇവിടെ ഒരു ഹിഡൻ സാധനമുണ്ട്, 2 സൈഡിലുണ്ട് കേട്ടോ. ഇത് മാനാണോ കുതിരയാണോ എന്താണെന്ന് അറിയത്തില്ല, കണ്ടിട്ടൊരു കലമാൻ പോലെ തോന്നുന്നുണ്ട്. ചെറിയൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയാണ് സീറ്റും ഇതിലിരിക്കാനും. ആ വീഡിയോയിലെ കണ്ട പോലെ വലിയ ഹൈറ്റൊന്നുമില്ല. എനിക്ക് വണ്ടി കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഫ്ലാറ്റ് ഫുഡഡ് ആയിട്ടാണ് തോന്നിയത്. ഒരു നോർമൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കാല് നിലത്തെത്തുന്ന തരത്തിലുള്ള ഒരു പൊക്കവും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഒരു നോർമൽ ബൈക്കാണ്. നമ്മൾ ഫോട്ടോസിലൊന്നും കാണുന്ന പോലെയല്ല, ഞാനതാണ് എടുത്തെടുത്ത് പറയുന്നത്. നേരിട്ട് കാണുമ്പോൾ അത്യാവശ്യം ഒതുക്കമൊക്കെ ഉള്ളൊരു വണ്ടിയാണ്. പലരും പറഞ്ഞു ഇതിൻ്റെ സീറ്റിന് എന്തിനാണ് ഇത്ര നീളം, ഇവിടം വരെ മതിയായിരുന്നല്ലോ, ഇത്രയും ഭാഗം പ്ലാസ്റ്റിക് കൊടുത്താൽ മതിയായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞമാരോട് ഞാനിത് അയച്ചു കാണിക്കാം. ഈ സീറ്റ് തുറന്നു കഴിയുമ്പോഴത്തേക്കും എൻ്റെ അമ്മേ, ഇവിടെയാണ് ഇതിൻ്റെ ഒരു ടാങ്ക് വരുന്നത്, CNG ടാങ്ക് വരുന്നത്. അപ്പോൾ ഇത്രയും വലിയ ഒരു CNG ടാങ്ക് നമുക്കിപ്പോൾ ഒരു സർവീസ് സമയത്തോ അല്ലെങ്കിൽ ഇതിൻ്റെ കാര്യത്തിന് എടുക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു പ്ലാസ്റ്റിക് പീസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ അഴിച്ചും പറിച്ചൊക്കെ എടുക്കാൻ ചടങ്ങായിരിക്കും. അതുകൊണ്ടായിരിക്കും ബജാജ് ഇങ്ങനെ ഡിസൈൻ ചെയ്ത്. ഇതാണ് ഇതിൻ്റെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ പോകുന്നത്. ഈ ഫ്രെയിമിനുള്ളിൽ വളരെ സുരക്ഷിതമായിട്ട് നല്ല എന്താ പറയുക, ഒരു കേജിനുള്ളിൽ ഒരു അറയ്ക്കുള്ളിൽ ഇരിക്കുന്ന പോലെയാണ് ഈ ഒരു ടാങ്കിനെ ഇവിടെ പിടിപ്പിച്ച് വെച്ചിരിക്കുന്നത്, ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മാനുവലും കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത്. പിന്നെ ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റും കാര്യങ്ങളും ടൂൾ ബോക്സൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ഒരു വെൽ ഫിറ്റിലാണ് ഈ ഒരു പോർഷൻ ഇരിക്കുന്നത്. CNG ടാങ്ക് കാലിൻ്റെ ഇടയിൽ വെച്ച് പോകുന്നുണ്ടല്ലോ, ഇത് പൊട്ടിത്തെറിക്കുമോ എന്നുള്ള പേടിയൊക്കെ പലർക്കും ഉണ്ട്. അത് ആദ്യകാലത്ത് എനിക്കും ഉണ്ടായിരുന്നു. മീൻസ് ആദ്യകാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി ലോഞ്ച് ആകുന്ന സമയത്ത് നമ്മളും ചിന്തിച്ച കാര്യമാണ്, CNG ആണല്ലോ, ഇതിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. ഏകദേശം 11ഓളം ടെസ്റ്റുകൾ പാസ്സായിട്ടാണ് ഈ ഒരു വണ്ടി ഇന്ത്യൻ മാർക്കറ്റിലോട്ട് ഇറക്കി വിട്ടിരിക്കുന്നത്. 10 ടണ്ണോളം വരുന്ന ഒരു വലിയ ലോറി ഇതിൻ്റെ പൊക്കത്തൂടെ കയറ്റി ഇറക്കി. സാധാരണ നമുക്ക് അതൊക്കെയാണല്ലോ പേടി, വണ്ടി ഇടിച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ പൊക്കത്തൂടെ എന്തെങ്കിലും കയറിപ്പോയി കഴിഞ്ഞാൽ ഇതിനെന്തെങ്കിലും പറ്റുമോ, പൊട്ടിത്തെറിക്കുമോ, അങ്ങനെയുള്ള പേടികളൊക്കെ. അപ്പോൾ അത്രയും വലിയ ലോറിൻ്റെ പൊക്കത്തൂടെ കയറ്റി ഇറക്കിയിട്ടും ആ ഒരു ഫ്യൂവൽ ടാങ്കിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്തിട്ടില്ല, പ്രഷർ ചേഞ്ച് ചെയ്തിട്ടില്ല, അത് ലീക്കായിട്ടില്ല. അതുപോലെ ഒരു 60 കിലോമീറ്റർ സ്പീഡിൽ കൊണ്ടുപോയിട്ട് ഒരു സോളിഡായിട്ടുള്ളൊരു വാളിലോട്ട് ഡയറക്റ്റ് ഹിറ്റ് ചെയ്യുന്നുണ്ട്. അന്നേരവും അതിൻ്റെ പ്രഷർ ചേഞ്ച് ആയിട്ടില്ല, ലീക്കായിട്ടില്ല, ആ ടാങ്കിൻ്റെ പൊസിഷനും ചേഞ്ച് ആയിട്ടില്ല. അപ്പോൾ ഇത്രത്തോളം ടെസ്റ്റുകളൊക്കെ നടത്തി പരീക്ഷിച്ചിട്ടാണ് ഈ ഒരു വാഹനം റിയൽ വേൾഡിലോട്ട് ഇറക്കി വിട്ടിരിക്കുന്നത്. അല്ലാണ്ട് ഒരു രാത്രി സ്വപ്നം കണ്ട് നാളെ ഒരു CNG ഇറക്കിയേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ബജാജ് ഇറക്കി വിട്ടതല്ല. പിന്നെ ബജാജിനൊരു പാസ്റ്റ് ഇരിക്കുക, ഇത് ഇന്നും ഇന്നെല്ലാം തുടങ്ങിയ പരിപാടിയൊന്നുമല്ല. ബജാജിനാണ് ഏറ്റവും കൂടുതൽ CNG ഓട്ടോസ് ഉള്ളത്. അപ്പോൾ ഈ ഒരു മേഖലയിൽ കൈ തെളിയിച്ച ആൾക്കാരാണ്. നമ്മുടെ നാട്ടിൽ അധികം കാണാനൊന്നും ഇല്ലെങ്കിലും ബാംഗ്ലൂർ പോലുള്ള മെട്രോ സിറ്റിയിലോ അല്ലെങ്കിൽ മെട്രോ നഗരങ്ങളിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതലുള്ള ബജാജ് CNG ഓട്ടോയാണ്. വർഷങ്ങളായിട്ട് അവരത് പ്രൂവ് ചെയ്ത് തെളിയിച്ചിട്ടാണ് പിന്നെ ഒരു ബൈക്കിലോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ അവിടെ ആകെപ്പാടെ ഒരു റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ചലഞ്ച് എന്ന് പറയുന്നത്, ഒരു 3 വീലറിൽ നിന്നും ഒരു 2 വീലറിലോട്ട് വരുമ്പം എന്തൊക്കെ മാറ്റങ്ങൾ എന്ന് മാത്രം അവർക്ക് ചിന്തിച്ചാൽ മതി. കാരണം ഈ ഒരു CNG വെച്ചുള്ള കളിയിൽ അവർ ഓൾറെഡി വിജയിച്ചാണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ള പരീക്ഷണങ്ങളൊക്കെ നടത്തി വിജയിച്ചതിന് ശേഷമാണ് ഈ ഒരു വാഹനം ഇന്ത്യൻ മാർക്കറ്റിലോട്ട് അഴിച്ചു വിട്ടേക്കുന്നത്. അല്ലാണ്ട് ചുമ്മാ ഒരു വണ്ടി എടുത്തിട്ട് ഇന്നാ CNG വെച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറക്കി വിടാൻ പറ്റത്തില്ല. അപ്പോൾ എല്ലാം ഭാവവും നോക്കി ക്ലിയർ ആക്കിയിട്ടാണ് ഒരു വാഹനം ഇറക്കി. അപ്പോൾ ഇതുകൊണ്ട് ഇത് പേടിക്കുമൊന്നും വേണ്ട, പൊട്ടിത്തെറിക്കുമോ അങ്ങനെയൊന്നും. ഇത് നാച്ചുറൽ ഗ്യാസ് ആണ്. ഞാൻ വേണമെങ്കിൽ ഗൂഗിൾ ചെയ്തൊരു സാധനം നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. പെട്രോളും CNG ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും CNG ഓട്ടോ ഇഗ്നിഷൻ ആകാൻ വേണ്ടി 540 ഡിഗ്രി സെൽഷ്യസ് എങ്കിലും വേണം. പെട്രോളിന് അതിൻ്റെ നേർ പകുതി മതി, 280 മതി. ഇതുമായിട്ട് ആനയാടുമ്പോൾ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഗൂഗിളിലുള്ള സാധനം ഞാൻ മലയാളത്തിലാക്കിയിട്ടുണ്ട്, ഞാൻ വായിച്ച് കേൾപ്പിക്കാം. കംപ്രസ് നാച്ചുറൽ ഗ്യാസ് ആണ് CNG. അത് നിങ്ങൾക്കറിയാമല്ലോ, ജ്വലിക്കുന്ന കംപ്രസ് നാച്ചുറൽ ആയിട്ടുള്ളൊരു ഗ്യാസാണ്, പ്രകൃതിദത്ത വാതകമാണ് CNG. എന്നാൽ ഇതിന് 5 മുതൽ 15% വരെ ഇടുങ്ങിയ ജലന പരിധിയുണ്ട്. ഇതിനർത്ഥം വായുവിലും CNGയുടെ സാന്ദ്രത 5%-ലും താഴെയോ 15%-ന് മുകളിലോ ആണെങ്കിൽ ഒരു തീപ്പൊരി ഉണ്ടായാലും അത് കത്തുകയില്ല. CNGക്ക് 540 ഡിഗ്രി സെൽഷ്യസ് ഉയർന്ന ഓട്ടോ ഇഗ്നിഷൻ താപനിലയുണ്ട്. ഇത് പെട്രോളിനേക്കാൾ 360 ഡിഗ്രി സെൽഷ്യസ് കൂടുതലാണ്.
ഇത് ചൂടുള്ള പ്രതലങ്ങളിൽ തീ പിടിക്കാനുള്ള സാധ്യത കുറവാണ്. CNG ലൈറ്റ് വെയ്റ്റും ഉപയോഗിക്കുന്ന സുരക്ഷിതവുമാകുന്നു. കാരണം ചോർച്ച അന്തരീക്ഷത്തിലേക്ക് ഉയരുകയും ചിതറുകയും ചെയ്യുന്നു. അതായത് ഇതിപ്പം ലീക്കായാലും ഇങ്ങനെ ചെതറിപ്പോവും, അല്ലാണ്ട് ഇങ്ങനെ ഒരു പുക പോലെ നിന്നിട്ട് പെട്ടെന്ന് കത്തുമല്ല, ഇതിങ്ങനെ ചെറിയ ചെറിയ മോളിക്യൂൾസ് ആയിട്ട് പോകും. അതുകൊണ്ടൊക്കെ CNG നല്ല സേഫ് ആണെന്നാണ് പറയുന്നത്. അതുകൊണ്ടൊക്കെയാണ് ഞാനിത് ഗൂഗിൾ ചെയ്തും കൂടെ കാണിച്ചതും. ഇനി നമുക്ക് ഇതിൻ്റെ മീറ്റർ കൺസോളും കാര്യങ്ങളിലോട്ടൊക്കെ പോകാം. റിവേഴ്സ് ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മീറ്റർ കൺസോളാണ്. സൈഡ് സ്റ്റാൻഡ് വാണിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, ടൈം ഉണ്ട്, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്, ഫ്യൂൽ ഗേജ് കാണിക്കുന്നുണ്ട്, സൈഡിലായിട്ട് ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഉണ്ട്, ട്രിപ്പ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്താ പറയുക, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നോട്ടിഫിക്കേഷൻസ് മാത്രമേ വരത്തുള്ളൂ കേട്ടോ, കോളിൻ്റെ മെസ്സേജിൻ്റെ. ഇപ്പോൾ കോളൊക്കെ കട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എടുക്കാനൊക്കെ വേണ്ടി ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ട് സ്വിച്ച് ഉണ്ട്. ഇവിടെ പിടിച്ച് ഞെക്കിയാലും ഫോൺ തന്നെ കയ്യിലെടുക്കണം, അല്ലാണ്ട് ഇതിൻ്റെ അകത്ത് വേറെ ഒന്നുമില്ല, ജസ്റ്റ് നോട്ടിഫിക്കേഷൻസ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ CNG പെട്രോൾ സ്വിച്ച് ചെയ്യാൻ വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ CNG സ്വിച്ച് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ CNG പെട്രോൾ ഈ സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. CNGയുടെ കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഗേജും കാര്യങ്ങളും കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു സംഭവം ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഷൊറൂമി എന്ന് പറഞ്ഞത് ഇവിടെ പെട്രോളിനെ മാത്രമേ കാണിക്കത്തുള്ളൂ. CNGയുടെ ഈ ഒരു മീറ്ററിൽ ഞാൻ മുമ്പേ കാണിച്ച ഒരു ഗേജ് മീറ്ററിൽ തന്നെയാണ് കറക്റ്റ് അളവുകൾ കാണിക്കുന്നത്. പിന്നെ CNG കുറവാണെങ്കിൽ ഇവിടെ ലോ CNG എന്ന് കാണിക്കും. ഇപ്പോൾ ലോ CNG ആണ്, ഇത് കുറവാണ്. പെട്രോളാണ് ഈ വാഹനം ഇപ്പോൾ ഓടിച്ചുകൊണ്ട് നടക്കുന്നത്. കാരണം നമ്മുടെ നാട്ടിൽ CNG അവൈലബിൾ ആയി വരുന്നതേ ഉള്ളൂ. പിന്നെ ഈ പൊക്കത്തൊക്കെ ചെറിയ ചെറിയ വാണിങ്സ് ഉണ്ട്, CNGയുടെ ഉണ്ട്, പെട്രോളിൻ്റെ ഉണ്ട്. നമുക്ക് സ്വിച്ചഡ് ആണോ എന്നൊക്കെ അറിയാൻ പറ്റും. ഇപ്പോൾ പെട്രോളിലോട്ട് സ്വിച്ചായി, CNGയിലോട്ട് സ്വിച്ചായി. പിന്നെ ഫ്യൂൽ ഇഞ്ചക്ഷൻ്റെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ന്യൂട്രുണ്ട്, ഇൻഡിക്കേറ്ററിൻ്റെ വാണിംഗ് ഉണ്ട്. വളരെ മിനിമലായിട്ടും എന്നാൽ അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളുള്ള എന്താ പറയുക, നല്ല ഫിറ്റും ഫിനിഷും ഒരു വെൽ ക്രാഫ്റ്റഡ് ആയിട്ടുള്ള ഒരു കൊച്ചു മീറ്റർ കൺസോളാണ് കൊടുത്തിരിക്കുന്നത്. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു USB ചാർജിങ് പോർട്ട് ഈ ഒരു സൈഡിൽ കൊടുത്തിട്ടുമുണ്ട്. ഇവിടെയാണ് കീയും കാര്യങ്ങൾ ഇടുന്നത്. ഡിസ്ക് ബ്രേക്കിൻ്റെ ഇവിടെ ഒരു കവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് എന്താ പറയുക, കോമ്പൈൻഡ് വരുന്നുണ്ട്, അതിൻ്റെ ഒരു കേബിളും കൂടെ വരുന്നതുകൊണ്ടാണ് ഇവിടെ കുറേ കിടുതാപ്പുകൾ വരുന്നതുകൊണ്ടാണ് അതൊരു കവറിൽ വെച്ചിരിക്കുന്നത്. പിന്നെ ഇപ്പുറത്തെ സൈഡിലോട്ട് വരുമ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ ഡിമും ബ്രൈറ്റും സ്വിച്ച് ഉണ്ട്, ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച് ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു ഹോൺ വരുന്നത്. പിന്നെ ഹാൻഡിൽ ഗ്രിപ്പ്, അതുപോലെ തന്നെ ഹാൻഡിൽ വെയിറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും. പക്ഷേ വൈബ്രേഷൻ ഒന്നുമില്ല. ഞാൻ ഓടിച്ചു നോക്കിയപ്പം ഭയങ്കര റിഫൈൻമെൻ്റ് ആണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇവിടെയാണ് ഫ്യൂൽ നിറയ്ക്കുന്നത്. അതിനുവേണ്ടി ഇവിടെ മാക്സ് ലോഡ് 3 kg എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇതാണ് ഫ്യൂൽ ലിഡ് വരുന്നത്, പെട്രോൾ ടാങ്കിൻ്റെ ലിഡ്. ഇതിങ്ങനെ പിരിച്ചാണ്. പ്ലാസ്റ്റിക് ടാങ്കാണ് വരുന്നത്, E20 കേപ്പബിൾ ആണ്. ഇതിൻ്റെ അത് 2 ലിറ്ററിൻ്റെ പെട്രോൾ ടാങ്കും 2 kgയുടെ CNG ടാങ്കുമാണ് വരുന്നത്. പെട്രോൾ പെർ ലിറ്ററിൽ 65 ആണ് കമ്പനി മൈലേജ് ക്ലെയിം ചെയ്യുന്നത്. CNG 2 kgയിൽ 100 ആണ് പെർ kgയിൽ വണ്ടിക്ക് മൈലേജ് ക്ലെയിം ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 330 ഓടുന്നതാണ് പറയുന്നത്. ഇവിടെയാണ് CNGയുടെ തുറക്കുന്ന സംഭവങ്ങളൊക്കെ. ഇതിങ്ങനെ വലിച്ചൂരുവാണ്, എന്നിട്ട് ഇങ്ങോട്ട് ഞെക്കി വെച്ചാൽ മതി. അപ്പോൾ CNG ഉള്ള വാഹനം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. CNG ഞാൻ കൊച്ചിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ ഉപയോഗിച്ചിരുന്ന വാഹനം CNG ആയിരുന്നു. അപ്പോൾ CNG അടിക്കുന്ന സമയത്ത് നമ്മളെ വാഹനത്തിൽ നിന്ന് ഇറക്കി നിർത്തും, സേഫ്റ്റിക്ക് വേണ്ടിയാണ്. അപ്പോൾ പെട്രോൾ പമ്പിലൊക്കെ പോകുമ്പോൾ നമ്മളൊരു ചെറിയൊരു ലാഗൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. വേറൊന്നും കൊണ്ടല്ല, ഈ CNG ഫില്ല് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു സ്ഥലത്ത് മാത്രമേ ആ ഒരു ലിഡ് കാണത്തുള്ളൂ. ഒരുപാട് പെട്രോളിൻ്റെ നോസുകൾ പമ്പിൽ കാണും, ഡീസലിൻ്റെയൊക്കെ. അപ്പം പെട്രോൾ പമ്പിൻ്റെ ഏറ്റവും ബാക്കിലൊക്കെ ആയിട്ടായിരിക്കും ഇതിൻ്റെ CNG അടിക്കുന്ന സ്ഥലം ഉണ്ടാകുന്നത്. അപ്പോൾ രാവിലെയൊക്കെ സമയത്ത് മെട്രോ സിറ്റികളിലൊക്കെ ആണെങ്കിൽ CNG വാഹനങ്ങളൊക്കെ അടിക്കാൻ വേണ്ടി ഇങ്ങനെ നിരനിരയായിട്ടിരിക്കും. കൊച്ചിയിലായിരുന്നപ്പോൾ ഞാൻ ഫേസ് ചെയ്തൊരു ഇഷ്യൂ ആണ്. അപ്പോൾ ബസ്സും ലോറിയും ഓട്ടോയും അതുപോലെ ഊബർ കാറുകളൊക്കെ CNG ആണല്ലോ. അപ്പോൾ അങ്ങനെ ഒന്ന് ക്യൂ നിന്ന് അടിക്കേണ്ട ഒരു ലാഗ് ചിലപ്പം വരും, എല്ലായിടത്തും ആയി വരാത്തതുകൊണ്ട്. പിന്നെ ഈ ഒരു വണ്ടി ആർക്കൊക്കെ എടുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എടുത്തയാടി എല്ലാവരും എടുക്കണ്ട എന്നാണ് ഞാൻ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ നാട്ടിൽ CNG ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ടാങ്ക് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 2 ലിറ്ററേ ഉള്ളൂ. ഇപ്പോൾ ഈ ഒരു 2 ലിറ്റർ ടാങ്ക് വെച്ചിട്ട് ഇത് ഓടിച്ചുകൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. കാരണം 65 മൈലേജ് ഉള്ളൂ, 120 റേഞ്ച് ഉള്ളൂ. നിങ്ങൾ ചിന്തിച്ച് നോക്കി, നിങ്ങളുടെ ഒരു ബൈക്ക് ഉണ്ട്, അതിന് 2 ലിറ്റർ ടാങ്കേ ഉള്ളൂ. അത് വെച്ചുകൊണ്ട് നിങ്ങൾ എങ്ങനെ എന്താ ഓടിച്ച് നടക്കും? പെട്ടെന്ന് പമ്പിൽ പോകേണ്ടി വരും. ശരിക്കും ഇതൊരു CNG വണ്ടിയാണ്. അപ്പം ഈ ടാങ്ക് പെട്രോളിന് കൊടുത്തേക്കെന്ന് പറഞ്ഞാൽ ഒരു റിസർവ് ടാങ്കാണ്. അപ്പോൾ CNG തീർന്നു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അടുത്ത പമ്പിലോട്ട് എത്താനോ അല്ലെങ്കിൽ വഴി കിടക്കാതിരിക്കാൻ വേണ്ടിയോ ഒരു റിസർവായിട്ട്, സാധാരണ ഒരു പെട്രോൾ വണ്ടിയുടെ ഒരു റിസർവ് എന്ന് പറയുന്നത് 2 ലിറ്ററാണ്. അതുപോലെ ഒരു റിസർവ് ടാങ്ക് ആയിട്ട് തന്നെയാണ് ഒരു പെട്രോൾ ടാങ്കും കൊടുത്തേക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു CNG വാഹനം എടുക്കുമ്പോഴും ഒരു കണക്കൂട്ടലൊക്കെ ഉള്ളത് നല്ലതായിരിക്കും. കാരണം ഇത് വഴി കടക്കാതെ ഓടിക്കണം എന്നുണ്ടെങ്കിൽ, അപ്പോൾ എന്താ പറയുക, കുറച്ച് മലയോര മേഖലകൾ, അങ്ങ് ദൂരത്തേക്കുള്ള ഇടുക്കി അങ്ങനെയൊക്കെയുള്ള CNG ഇന്ന് വരെ എത്താത്ത സ്ഥലങ്ങളൊക്കെ ഉള്ളവർ ഈ വാഹനം എടുത്തിട്ട് പ്രത്യേകിച്ച് കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നിങ്ങൾക്ക് ഇങ്ങനെ CNG അടിക്കാൻ ഒരവസരം പോലും കിട്ടത്തില്ല. കാരണം നിങ്ങളുടെ CNG ഇല്ല. നമ്മൾ ഇത്രയും വലിയ സിറ്റിയായ കോട്ടയത്തായിട്ട് പോലും ഇവിടെയും എല്ലായിടത്തും CNG ഒന്നുമില്ല. CNG 1-2 സ്ഥലത്തായിട്ടുള്ളൂ, പിന്നെ ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ CNG ഒക്കെ എല്ലായിടത്തും ആയി കഴിഞ്ഞിട്ട് ഈ ഒരു വണ്ടി എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ലാഭകരമായിരിക്കും. ഇപ്പോൾ കേരളത്തിലെ CNGയുടെ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെർ kgക്ക് 86 രൂപയാണ്. പെട്രോളിനെ അപേക്ഷിച്ചിടത്തോളം കുറച്ചുകൂടെ പ്രൈസ് കുറവാണ്. അപ്പോൾ CNG അടിച്ച് ഓടിക്കാനാണെങ്കിലാണ് ഈ ഒരു വണ്ടി ലാഭകരമാണ്. പെട്രോൾ അടിച്ചുകൊണ്ട് മാത്രം ഓടിക്കാനാണെങ്കിൽ പിന്നെ ഇതെടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ നാട്ടിലോടും കുറച്ചുകൂടെ CNG അവൈലബിലിറ്റി ഒക്കെ ഉണ്ടായിട്ട് വണ്ടി എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അല്ലെങ്കിൽ പെട്രോൾ അടിച്ച് CNG അടിക്കാൻ വേണ്ടി അങ്ങ് ദൂരത്ത് പോയിട്ട് ആ പെട്രോൾ
പെട്രോളും തീർത്തുകൊണ്ട് തിരിച്ച് വന്നിട്ട് CNG ഓടിയിട്ട് വീണ്ടും CNG അടിക്കാൻ വേണ്ടി അങ്ങനെ ദൂരത്തൊക്കെ പോകാമെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല എത്രത്തോളം പ്രാക്ടിക്കലാണെന്ന്. അപ്പോൾ ഇലക്ട്രിക് വണ്ടി പോലെ തന്നെ ഇതിലും ഒരു കണക്കുകൂട്ടലും കാര്യങ്ങളൊക്കെ ഉള്ളത് നല്ലതായിരിക്കും. CNGയുടെ ഒരു അവൈലബിലിറ്റിയൊക്കെ ആവുന്നിടം വരത്തേക്കും. CNG എല്ലായിടത്തും ഇപ്പം അവൈലബിൾ ആയി കഴിഞ്ഞാൽ ഇപ്പോൾ മെട്രോ സിറ്റികളിലൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഒന്നും നോക്കണ്ട, CNG അടിച്ച് തന്നെ ഉപയോഗിച്ചുകൊണ്ട് നടക്കാം. പിന്നെ ഈ വണ്ടി സ്വിച്ച് ചെയ്യാൻ പറ്റും ഓട്ടത്തിൽ തന്നെ. പെട്രോൾ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ CNGയിലോട്ട് സ്വിച്ച് ചെയ്യാം, CNGയിൽ നിന്ന് പെട്രോളിലോട്ട് സ്വിച്ച് ചെയ്യാം. പക്ഷേ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ CNGയിൽ നിന്നും പെട്രോളിലോട്ട് സ്വിച്ച് ചെയ്യുമ്പോൾ ഓട്ടത്തിൽ വലിയ ഫീലൊന്നും തോന്നത്തില്ല. പക്ഷേ പെട്രോളിൽ നിന്ന് CNGയിലോട്ട് സ്വിച്ച് ചെയ്യുമ്പോഴത്തേക്കും ഓട്ടത്തിൽ ചെറിയ ലാഗ് ഫീൽ ചെയ്യും. അപ്പോൾ വണ്ടി നിർത്തിയിട്ട് ഒന്ന് സ്വിച്ച് ചെയ്തിട്ട് ഓടിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് പറഞ്ഞത്. കാരണം ഒരു ചെറിയൊരു ലാഗ് വണ്ടി ഓടിക്കുമ്പോഴും CNGയിലിട്ട് ഓടിക്കുമ്പോഴും ചെറിയൊരു ലാഗ് ഫീൽ ചെയ്യും. പെട്രോളിൻ്റെ അത്ര ഒരു പെർഫോമൻസ് കിട്ടത്തില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വ്യത്യാസം ഉണ്ടെന്നല്ല, ചെറിയൊരു വേരിയേഷനൊക്കെ ഫീൽ ചെയ്യുന്നുള്ളൂ. ഞാൻ ഓടിച്ചുകൊണ്ടിരുന്ന വണ്ടി ഞാൻ പറഞ്ഞില്ല, ഞാൻ കൊച്ചിയിലായിരുന്നു ഓടിച്ചുകൊണ്ടിരുന്ന വണ്ടി CNG ഉള്ള കാറായിരുന്നു. അപ്പോഴത്തേക്കും ആ ഒരു വണ്ടി CNGയിൽ നിന്ന് പെട്രോളിലോട്ട് ഇടുമ്പോൾ നമുക്കൊരു പവർ വ്യത്യാസം തോന്നും, CNG ഇടുമ്പോൾ ചെറിയൊരു പവർ ലാഗും തോന്നും. ചിലയിടത്തൊക്കെ കയറാതെ വരുമ്പോൾ ഞാൻ പെട്രോളിലോട്ട് സ്വിച്ച് ചെയ്തിട്ട് എടുത്തുകൊണ്ട് പോകുമായിരുന്നു. അതേ സെറ്റപ്പൊക്കെ തന്നെയാണ് ബൈക്കിൻ്റെ കാര്യത്തിലും വരുന്നത്. പിന്നെ ഇതിൻ്റെ മിറേഴ്സും കാര്യങ്ങളും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടെ ഭയങ്കര ഓപ്പൺ ആയിട്ട് തോന്നും. ഇവിടെ ഒരു LNG സ്ക്രൂ ആണ്. എനിക്കൊന്ന് ഈ മിറർ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ മാത്രമായിട്ട് മാറി വെക്കാൻ തോന്നും. ഒരു വെറൈറ്റി ഡിസൈനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഈ ഒരു വണ്ടിയുടെ കാര്യത്തിൽ പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ എന്താ പറയുക, എൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ റിവ്യൂ ആയിട്ട് കണ്ടാൽ മതി. പിന്നെ വണ്ടി എടുത്ത് ഇങ്ങോട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ട്രെയിൻ വരുന്ന സമയം ട്രെയിൻ പുറകെ കിടന്ന് ഹോൺ അടിക്കുന്നുണ്ട്. തെങ്ങിൻ്റെ ചോട്ടിലാണ് വെച്ചിരിക്കുന്നത്. പെണ്ണ് ചതിച്ചാലും തെങ്ങ് ചതിക്കുന്നില്ല എന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് തെങ്ങിൻ്റെ ചോട്ടിൽ കൊണ്ട് വെച്ചത്. ട്രെയിൻ പോട്ടെ കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ട്രെയിനാണ് ആ പോകുന്നത്. അതിൻ്റെ എഞ്ചിൻ എന്ന് പറയുന്നത് WAP7 ആണ് കേട്ടോ. കിടിലൻ പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിനുള്ള ഒരു ട്രെയിനാണ് കേട്ടോ പോകുന്നത്. ബൈക്ക് പോലെ തന്നെ അത്ര ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ട്രെയിൻ. അങ്ങനെ നമ്മുടെ ട്രെയിനൊക്കെ കടന്നുപോയി. നമ്മുടെ റിവ്യൂവും ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. അതിന് മുമ്പ് ഞാൻ വേണമെങ്കിൽ ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇതിൻ്റെ സൗണ്ട് നിങ്ങളൊന്ന് കേൾപ്പിക്കാം. വലിയ സൗണ്ടൊന്നും ഉള്ള വണ്ടിയൊന്നുമല്ല കേട്ടോ. ഇതിൻ്റെ കീ ഇവിടെ പോയി. ഇതിൻ്റെ കീ ഞാൻ പോക്കറ്റിലിട്ടേക്കാണ്. കീ തപ്പി എടുക്കട്ടെ കേട്ടോ. കിട്ടിപ്പോയി കീ കിട്ടിപ്പോയി. നമുക്ക് കീ ഇടാം, സ്റ്റാർട്ട് ചെയ്യാം. സൈഡ് സ്റ്റാൻഡ്, എഞ്ചിൻ കട്ട് ഓഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന് ഇൻ്റലിജൻറ്റ് സ്റ്റാർട്ടിങ് സിസ്റ്റമാണ്. സ്റ്റാർട്ടിങ് മോട്ടറും കാര്യങ്ങളൊന്നുമില്ല. അപ്പം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ വളരെ സൈലൻറ്റ് സ്റ്റാർട്ടാണ് കേട്ടോ. ഒച്ചയും ബഹളമൊന്നുമില്ല. മറ്റേ മോട്ടർ ഇറങ്ങുന്ന സൗണ്ടോ അല്ലെങ്കിൽ ക്രിക്കറാന്ന് സൗണ്ടൊന്നും വെച്ചിട്ടല്ല, വളരെ സൈലൻ്റ് ആയിട്ടാണ് സ്റ്റാർട്ടാകുന്നത്. ഒച്ചയാണെങ്കിലും അതെ, അധികം വലിയ ഒച്ചയൊന്നുമില്ല. ഇതാണ് ഇതിൻ്റെ ഒരു സൗണ്ട്, ഐഡിയൽ സൗണ്ട്. സൗണ്ടിലും എന്താ പറയുക, ഓടിക്കുമ്പോഴും എല്ലാ ഒരു റിഫൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ഈ വണ്ടിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. വണ്ടി മൊത്തത്തിൽ എനിക്ക് എന്താ പറയുക, ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന തരത്തിൽ നോക്കുമ്പോൾ എല്ലാം കൊണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ CNGയുടെ അവൈലബിലിറ്റി മാത്രമാണ് ഇതിൻ്റെ ഒരു കേസിൽ നമുക്കൊരു ഡൗട്ടായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതും കൂടെ എല്ലാ ഒരു സ്ഥലത്തും കൂടെ ആവുകയാണെങ്കിൽ ഇറ്റ്സ് മച്ച് ബെറ്റർ ടു ബൈ. ഒരു ഇന്ത്യൻ മാർക്കറ്റിൽ വാങ്ങിക്കാൻ പറ്റുന്ന കിടിലൻ വണ്ടിയാണ്. മോണോ ഷോക്ക് അബ്സർ ഉണ്ട്, ഇത്രയും വലിയ സീറ്റുണ്ട്, അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ട്. ടോട്ടൽ റേഞ്ച് പറയുന്നത് 330 കിലോമീറ്ററാണ് ഇതിൻ്റെ ഒരു റേഞ്ച് പറയുന്നത്. CNGയിൽ 100 വെച്ചും 2 കിലോയുടെ CNG ടാങ്ക്, 2 ലിറ്ററിൻ്റെ പെട്രോൾ ടാങ്ക്, പെട്രോളിൽ 65 വെച്ചിട്ട്. അപ്പം എങ്ങനെ നോക്കിയാലും ഒരു വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു കിടിലൻ വണ്ടിയാണ്. ഞാൻ വേണമെങ്കിൽ ഇതിൽ ജസ്റ്റ് ഒന്ന് കയറി ഇരുന്നിട്ട് ഒരു 10 മീറ്റർ ഒന്ന് ഉരുട്ടിയും കൂടെ കാണിക്കാം. അപ്പോൾ ഞാൻ വണ്ടിയുടെ പൊക്കത്ത് കയറി ഇരുന്നു. അപ്പോൾ കയറി ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും എനിക്ക് വലിയ പൊക്കമൊന്നും ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. അത്യാവശ്യം ഫ്ലാറ്റ് ഫുഡായിട്ട് തന്നെയാണ് കേട്ടോ. എനിക്ക് ഒരു അത്യാവശ്യം ഒരു ഇടത്തരം പൊക്കമുള്ള ഒരു മീഡിയം പൊക്കമുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഫ്ലാറ്റ് ഫുഡാണ്. ഇവിടെ നോക്കുമ്പം എനിക്കൊരു കൊച്ചു വണ്ടിയായിട്ടാണ് എനിക്ക് വീട് ഇത്തിരി ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ നോക്കുമ്പോൾ കാണാം ടാങ്കൊന്നും വലിയ പാറ ടാങ്കൊന്നും ഫ്രണ്ട് ഇരിക്കുന്ന ഫീലൊന്നുമല്ല. ഇച്ചിരി ഇങ്ങോട്ട് വരുമ്പോൾ ഇച്ചിരി വീതി ഫീൽ ചെയ്യുന്നുണ്ട്. ഇങ്ങോട്ട് താന്നു പോകുന്നൊരു ഫീലാണ് കേട്ടോ. വലിയ ഹൈറ്റോ അങ്ങനെയൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ആസ് എ ഒരു പ്ലാറ്റിന ഓണർ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ എനിക്ക് അതും ഇതുമായിട്ട് വലിയ വ്യത്യാസമൊന്നും തോന്നുന്നില്ല. ഈ ടാങ്കിൻ്റെ ഒരു ബൾക്കിനെസ് ഇത്തിരി ഒരു വീതി ഉണ്ടല്ലോ, അത് മാത്രമേ ഉള്ളൂ. പൊക്കമൊക്കെ ഏകദേശം അതിന് ഇച്ചിരി കൂടെ കുറവുള്ള പോലെ എനിക്ക് തോന്നുന്നത്. നല്ല വൈഡായിട്ടുള്ളൊരു ഹാൻഡിലാണ്. റൈഡിങ് പൊസിഷനൊക്കെ അടിപൊളിയാണ്. നമ്മുടെ റൈഡർ ഫുഡൊക്കെ തൊട്ട് താഴെയായിട്ട് വരുന്നത്. അപ്പം നമുക്ക് നേരെ ഇരിക്കാം, മടുപ്പൊന്നുമില്ല. നല്ല രീതിയിൽ ഇരുന്ന് ക്രൂസ് ചെയ്ത് പോകാൻ പറ്റുന്ന തരത്തിലാണ്. ഞാൻ പറഞ്ഞ പോലെ ഫ്രണ്ട് കൊച്ചിനെയൊക്കെ ഇരുത്തുകൊണ്ട് കൊച്ചിനൊക്കെ ഇവിടെ പിടിച്ചിരിക്കാം. അപ്പോൾ ഒരു നൈസായിട്ടുള്ള ഒരു റൈഡിങ് പൊസിഷനും കാര്യങ്ങളൊക്കെയാണ് വണ്ടി ഓഫർ ചെയ്യുന്നത്. പിന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും വലിയ സൗണ്ടും ബഹളമൊന്നുമില്ല, നൈസ് സൗണ്ടാണ്. വൈബ്രേഷൻ ഒന്നുമില്ല. ഹാൻഡിലോ കാലിലൊന്നും വേറെയും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഞാൻ ഓടിച്ച് നോക്കിയായിരുന്നു. ഓടിക്കാനും നല്ല സുഖമാണ് കേട്ടോ. ഒരു ഇനീഷ്യൽ പിക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പവറും ടോർക്കും ഏകദേശം സമാസമം ആയതുകൊണ്ട് തന്നെ നല്ല റിഫൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ വണ്ടി ഓഫർ ചെയ്യുന്നുണ്ട്. നല്ല സ്മൂത്താണ്, ബട്ടർ സ്മൂത്ത് പോലത്തെ ഒരു ഫീലൊക്കെ ഉണ്ട് വണ്ടിക്ക്. 5 ഗിയർ ഉണ്ട് വണ്ടിക്ക്. നൈസാണ് വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കാൻ. സസ്പെൻഷൻ്റെ പാട്ടിലോട്ട് പോകുകയാണെങ്കിലും അടിപൊളിയായിട്ട് തന്നെയാണ് ഫീല്. കുഴപ്പമില്ല. വണ്ടി ഓവറോൾ എല്ലാം കൊണ്ടും ഒരു കിടിലൻ വണ്ടിയായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പ്രത്യേകിച്ച് വേറെ എന്താ പറയുക, ഒരു ബുദ്ധിമുട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ബ്രേക്കൊക്കെ കിട്ടിലോസ്കി ബ്രേക്കാണ്. ഡിസ്കൊക്കെ കണ്ടോ, ആഹാ കൊള്ളാം, തുമ്പി നുള്ളുന്ന പോലെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതെൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ ആയിട്ട് കണ്ടാൽ മതി. അപ്പോൾ ഞാൻ ഈ ഒരു വണ്ടി കാണുമ്പം എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും എൻ്റെ ഒരു ത്രില്ലും, ഞാനും ആദ്യമായിട്ടാണല്ലോ ഒരു വണ്ടി കാണുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ ഉള്ളൊരു കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞത്.
അപ്പോൾ വലിയതായിട്ട് ഓടിച്ചിട്ടുള്ള ഒരു യൂസർ എക്സ്പീരിയൻസ് ഒന്നുമല്ല. ആദ്യമായിട്ട് നമ്മളും വളരെ ക്യൂരിയസ് ആയിട്ട് നോക്കിയിരുന്ന ഒരു സാധനമായിരുന്നു ഇത് എന്ന് ഇറങ്ങും എന്നൊക്കെ. അപ്പം മൊത്തത്തിൽ ഇതൊരു വാല്യൂ ഫോർ മണിയാണ്. അടിപൊളി വാഹനമാണ്. എനിക്കെല്ലാം കൊണ്ടും ഇഷ്ടപ്പെട്ടു കേട്ടോ. എല്ലാം ഫിറ്റും എല്ലാം അതിൻ്റെ ലുക്കും കാര്യങ്ങളും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ചെറിയ ചെറിയ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പ്ലാസ്റ്റിക് പാർട്സിൻ്റെ കാര്യത്തിലൊക്കെ. പക്ഷെ എന്നാലും ഒരു ഫസ്റ്റ് സെഗ്മെൻറ്റ് ആയിട്ടുള്ളൊരു സാധനം, ഒരു വിപ്രോ വണ്ടി എന്ന് തന്നെ പറയുമ്പോഴത്തേക്കും ആ ഒരു ഭാഗത്ത് നോക്കുമ്പോഴത്തേക്കും ഒരു കിടലാണ്. വേറൊരു മാനുഫാക്ചറും ഇതുവരെ CNG ബൈക്കൊന്നും കൊണ്ടുവന്നിട്ടില്ല. എനിക്കൊന്ന് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ക്രാഷ് ടെസ്റ്റ് നടത്തുന്ന, ഇന്ത്യയിലാണോ ലോകത്തിലാണോ എന്നറിയത്തില്ല, ആദ്യമായിട്ട് ക്രാഷ് ടെസ്റ്റ് നടത്തുന്ന ഒരു ബൈക്കും കൂടിയാണിത്. അതുപോലെ ആദ്യത്തെ CNG ബൈക്കും കൂടിയാണ്. എന്ത് പറഞ്ഞാലും ഇതൊരു വിപ്ലവ ബൈക്ക് തന്നെയാണ്. മൊത്തത്തിൽ ഇതൊരു കിടിലൻ സാധനമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി അധികം വാചാലനാകണ്ട, ഓടിച്ചുകൊണ്ടങ്ങ് പോവാം. അത്യാവശ്യം നല്ല പിക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. 93 ഒക്കെയാണ് കമ്പനി ടോപ്പ് സ്പീഡ് പറയുന്നത്. പക്ഷേ അതിൽ കൂടുതലൊക്കെ കയറും. പുതിയ വണ്ടിയായതുകൊണ്ട് നമ്മൾ ടോപ്പ് സ്പീഡ് അടിക്കാനൊന്നും നോക്കുന്നൊന്നുമില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇനി പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. ഇനി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, സംശയങ്ങളോ ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. ഞാൻ അതിനൊക്കെ മറുപടി എനിക്കറിയാവുന്നതാണെങ്കിൽ തരാം. പിന്നെ എനിക്കറിയാത്ത കാര്യങ്ങൾ നിങ്ങളും പറഞ്ഞു തരാറുണ്ട്. എനിക്കും തെറ്റിപ്പോകാറുണ്ട്. ഞാൻ പറയുന്നൊന്നും അത്ര 100% ശരിയെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നൊന്നുമില്ല. അപ്പോൾ ഒരുപാട് സ്നേഹം മാത്രം.